ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. യൂഥിത്തിൻ്റെ പുസ്തകമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യൂഥിത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ ഹോളോഫെർണസ് എന്ന അസീറിയൻ സൈന്യാധിപൻ ഉയർത്തുന്ന ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഇതുവരെ തനിക്ക് കീഴ്പ്പെടാതെ കീഴടങ്ങാതെ നിൽക്കുന്ന ഈ യഹൂദ സമൂഹം സത്യത്തിൽ ആരാണ്? എന്താണ് അവരുടെ ചരിത്രം? അവരെ മുന്നോട്ട് നയിക്കുന്ന അവരുടെ രാജാവ് ആരാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം വിശദമായ ഒരു ഉത്തരം അവിടെ കൂടിയിരുന്ന അമ്മോന്യരുടെ നേതാവായിരുന്ന ആഖിയോർ എന്ന വ്യക്തി നൽകുന്നു. ഒരു ചരിത്ര വിവരണത്തിലൂടെയാണ്, ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവൻ ഏതാനും വാക്യങ്ങളിൽ സംഗ്രഹിച്ചുകൊണ്ട് ഒരു ചരിത്ര വിവരണത്തിലൂടെയാണ് ആഖിയോർ ഹോളോഫെർണസിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത്. അങ്ങനെ ദീർഘമായ ഒരു ചരിത്ര വിവരണത്തിലൂടെ ഹോളോഫെർണസിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകിയതിന് ശേഷം ആഖിയോർ ഹോളോഫെർണസിന് ഒരു ഉപദേശം നൽകുന്നുണ്ട്. എന്താണ് ആ ഉപദേശം? ആ ഉപദേശം എന്താണ് എന്നാണ് അടുത്തതായി നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 20-21 തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം. യൂഥിത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായം 20-21 തിരുവചനങ്ങൾ. അതിനാൽ എൻ്റെ യജമാനനായ പ്രഭു, അറിവ് കൂടാതെ വല്ല പിഴകളും ഇപ്പോൾ ഈ ജനത്തിന് വന്നുപോയിട്ടുണ്ടെങ്കിൽ, തങ്ങളുടെ ദൈവത്തിനെതിരായി അവർ പാപം ചെയ്യുകയും നാം അത് കണ്ടുപിടിക്കുകയും ചെയ്യുന്നെങ്കിൽ നമുക്ക് ചെന്ന് അവരെ തോൽപ്പിക്കാം. എന്നാൽ അവരുടെ ദേശത്ത് ഒരു അതിക്രമവുമില്ലെങ്കിൽ എൻ്റെ യജമാനൻ അവരെ വിട്ടുപോയാലും അവരുടെ കർത്താവ് അവരെ സംരക്ഷിക്കും, അവരുടെ ദൈവം അവരെ കാത്തു സൂക്ഷിക്കും, നാം ലോകസമക്ഷം ലജ്ജിതരാകും. ചരിത്ര വിവരണത്തിന് ശേഷം അമ്മോന്യനായ ആഖിയോർ ഹോളോഫെർണസ് നൽകുന്ന ഉപദേശമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, യൂദായിലെ ഇസ്രായേൽ ജനത്തോട് യുദ്ധത്തിന് മുതിരാതിരിക്കുന്നതാണ് നല്ലത് എന്നതാണ് ഉപദേശത്തിൻ്റെ കാതൽ. എന്തുകൊണ്ട്? ഇസ്രായേൽ ജനം ദൈവത്തിന് പ്രീതികരമാം വിധമാണ് ഇപ്പോൾ ജീവിക്കുന്നതെങ്കിൽ അവരുടെ ദൈവം അവരെ സംരക്ഷിക്കും. അവർ ദൈവത്തിൽ നിന്നും അകന്ന് തിന്മയിൽ ജീവിക്കുകയാണെങ്കിൽ മാത്രമാണ് ഒരു ശത്രു സൈന്യത്തിന് അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ ജനം ദൈവത്തിന് പ്രീതികരമായ വിധത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് യുദ്ധത്തിന് മുതിരാതിരിക്കുകയാണ് ഹോളോഫെർണസിന് കരണീയമായ കാര്യം. ഇതാണ് നൽകുന്ന ഉപദേശം. ഇവിടെ അവരുടെ ശക്തിയും പ്രതാപവും എന്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന ഹോളോഫെർണസിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് സത്യത്തിൽ ആഖിയോറിൻ്റെ വാക്കുകളിലൂടെ ഗ്രന്ഥകാരൻ നൽകുന്നത്. സമാനമായൊരു ചോദ്യം
ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ദലീല എന്ന ഫിലിസ്ത്യ യുവതി സാംസൺ എന്ന ന്യായാധിപനോട് ചോദിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 16:6 ദലീല സാംസനോട് പറഞ്ഞു, നിന്റെ ഈ വലിയ ശക്തിയെല്ലാം എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്നും ദയവായി എന്നോട് പറയുക. അപ്പോൾ എവിടെയാണ് നിങ്ങളുടെ ശക്തിയും പ്രതാപവും നിലകൊള്ളുന്നത്? അതിനുള്ള ഉത്തരമായിട്ട് പറയുകയാണ്, സൈന്യത്തിൻ്റെ വലിപ്പമോ യുദ്ധ നൈപുണ്യമോ അല്ല, പകരം ദൈവമായ കർത്താവിനോടുള്ള വിശ്വസ്തതയാണ് ഈ ജനത്തിൻ്റെ ശക്തിയുടെയും വിജയത്തിൻ്റെയും മാനദണ്ഡം. ജനം വിശ്വസ്തരെങ്കിൽ ഉടമ്പടിയിൽ വിശ്വസ്തനായ ദൈവം അവരെ സംരക്ഷിക്കും. അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ആർക്കും അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഇത് വ്യക്തമായി നമുക്കറിയാം. നിയമാവർത്തന ചരിത്രകാരൻ്റെ ഡ്യൂട്രോണമിസ്റ്റിക് ഹിസ്റ്റോറിയൻ്റെ ദൈവശാസ്ത്രമാണ് ഈ പറയുന്നത്. ജനം ദൈവത്തോട് വിശ്വസ്തരാണെങ്കിൽ ദൈവം അവരോട് വിശ്വസ്തനായിരിക്കുകയും അതുവഴി ആ ജനത്തെ കീഴ്പ്പെടുത്താൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ട് ഹോളോഫർണസിൻ്റെ കൂടെ ലക്ഷക്കണക്കിന് സൈനികരുണ്ടാകാം, പക്ഷേ ഇസ്രായേലിൻ്റെ കൂടെ, യൂദായ ജനത്തിൻ്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. ഇതാണ് വിജാതീയൻ കൂടിയായിരുന്ന അമ്മോന്യനായ ആഖിയോർ അദ്ദേഹത്തിന് നൽകുന്ന ഉപദേശം. അതുകൊണ്ട് ആഖിയോർ പറയുകയാണ്, യജമാനനായ ഹോളോഫർണസ് യുദ്ധത്തിന് മുതിരാതിരിക്കുകയാണ് കരണീയമായ കാര്യം. ഇത്തരത്തിൽ ഒരു ഉപദേശം ആഖിയോർ നൽകുമ്പോൾ അതിനോടുള്ള പ്രതികരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം. 5-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളിലാണ് നമ്മളത് കാണുന്നത്. ആഖിയോർ ഇത് പറഞ്ഞു തീർന്നപ്പോൾ പാളയത്തിൻ്റെ ചുറ്റും നിന്നവർ ആവലാതിപ്പെട്ടു തുടങ്ങി. ഹോളോഫർണസിൻ്റെ സേനാനായകന്മാരും കടൽ തീരത്തു നിന്നും മൊവാബിൽ നിന്നും വന്നവരും അവനെ വധിക്കണമെന്ന് നിർബന്ധം പിടിച്ചു. അവർ പറഞ്ഞു, ഇസ്രായേലിയരെ ഞങ്ങൾ ഭയപ്പെടുകയില്ല. യുദ്ധം ചെയ്യുന്നതിന് ശക്തിയോ കഴിവോ ഇല്ലാത്ത ജനതയാണ് അവർ. ഹോളോഫർണസ് പ്രഭോ, നമുക്ക് കയറി ചെല്ലാം. അങ്ങയുടെ വൻപിച്ച സൈന്യം അവരെ ഗ്രസിക്കും. വായനക്കാരെ സംബന്ധിച്ചിടത്തോളം അമ്മോന്യനായ ആഖിയോർ നൽകിയ ഉപദേശമാണ് വിവേകപൂർണമായിട്ടുള്ളത്. എന്നാൽ അഹങ്കാരം മത്തുപിടിപ്പിച്ച സേനാനായകന്മാരും അയൽ രാജ്യങ്ങളിലെ പ്രതിനിധികളും ഒരു യുദ്ധമാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സതുപദേശം നൽകിയ ആഖിയോറിനെ കൊല്ലണം, വധിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം, അവരുടെ ആവശ്യമാണത്. മാത്രമല്ല, ഇസ്രായേൽക്കാർ നെബൂഖദ്നെസർ രാജാവിൻ്റെ വൻ സൈന്യത്തിന് മുൻപിൽ തീർച്ചയായും പരാജിതരാകും എന്നും അവർ പറഞ്ഞു. അവർ പറഞ്ഞു, ഇസ്രായേലിയരെ ഞങ്ങൾ ഭയപ്പെടുകയില്ല. യുദ്ധം ചെയ്യുന്നതിന് ശക്തിയോ കഴിവോ ഇല്ലാത്ത ജനതയാണ് അവർ. ഹോളോഫർണസ് പ്രഭോ, നമുക്ക് കയറിച്ചെല്ലാം. അങ്ങയുടെ വൻപിച്ച സൈന്യം അവരെ ഗ്രസിക്കും. അതുകൊണ്ട് സൈന്യത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്ന ഈ ജനം, അഹങ്കാരം കൊണ്ട് മത്തുപിടിച്ച ഈ സേനാനായകന്മാർ ഹോളോഫർണസിനോട് പറയുകയാണ്, ആഖിയോർ പറയുന്നത് കേൾക്കരുത്, അവനെ കൊന്നുകളയണം. നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ജനത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കും. ഇതിനോട് എപ്രകാരമാണ് ആഖിയോർ പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ആഖിയോറിൻ്റെ വാക്കുകളോട് ഹോളോഫർണസ് എപ്രകാരം പ്രതികരിച്ചു എന്ന് നമുക്കറിയണം. അതോടൊപ്പം തന്നെ ഈ സേനാനായകന്മാർ ആഖിയോറിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളോടും ഹോളോഫർണസ് എപ്രകാരമാണ് പ്രതികരിച്ചത് എന്ന് നമുക്കറിയണം. അത് അടുത്ത അധ്യായത്തിലാണുള്ളത്.
6-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രധാന പ്രതിപാദ്യ വിഷയം ആഖിയോർ ഇസ്രായേൽ ജനത്തിനടുത്തേക്ക് നാട് കടത്തപ്പെടുന്നു എന്നുള്ളതാണ്. അതായത് ഇസ്രായേലിന് അനുകൂലമായി ചരിത്രമൊക്കെ വിവരിച്ച് യുദ്ധത്തിന് പോകാതിരിക്കുകയാണ് കരണീയമായ കാര്യം എന്ന് ഉപദേശിച്ച ആഖിയോറിനെ ബന്ധിച്ച് ബത്തൂലിയയിലേക്ക്, ഇസ്രായേൽക്കാരുടെ മലഞ്ചെരുവിലെ പട്ടണത്തിലേക്ക് നാട് കടത്തുകയാണ്. ഉള്ളടക്കം ഒന്ന് പരിശോധിക്കാം. ഈ അധ്യായത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചന ഭാഗത്ത് ആഖിയോറിന് ഹോളോഫെർണസ് മറുപടി നൽകുകയാണ്. ആഖിയോറിന് ഹോളോഫെർണസ് നൽകുന്ന മറുപടി ഒട്ടും ആഖിയോറിന് അനുകൂലമായിട്ടുള്ളതല്ല. അതെന്താണ് നമുക്ക് പരിശോധിക്കാം. 6-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗത്ത് ആഖിയോറിനെതിരെ ഹോളോഫെർണസ് നടത്തുന്ന വിധി പ്രസ്താവമാണ് നമ്മൾ കാണുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗത്ത് ആഖിയോറിനെ നാട് കടത്തി ഹോളോഫെർണസിൻ്റെ വിധി നടപ്പിലാക്കുന്നു. 6-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗത്ത് ആഖിയോർ യൂദയായിലെ നീതിപീഠത്തിന് മുൻപിൽ നിൽക്കുന്ന സംഭവം നമ്മൾ കാണുന്നു. ഏറ്റവും ഒടുവിൽ 6-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള തിരുവചനത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന യൂദയ ജനത്തെ നമ്മൾ കാണുന്നു. ഇത്രയുമാണ് 6-ാം അധ്യായത്തിൻ്റെ ഉള്ളടക്കം. ഇനി ഓരോ ഭാഗവും വായിച്ചത് വ്യാഖ്യാനിക്കാം. 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനഭാഗമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ആഖിയോറിനുള്ള ഹോളോഫെർണസിൻ്റെ മറുപടി എന്താണ് എന്ന് നമ്മൾ അവിടെയാണ് കാണുന്നത്. ആലോചനാ സംഘത്തിന് പുറത്തുണ്ടായിരുന്നവരുടെ കോലാഹലം നിലച്ചപ്പോൾ അസീറിയൻ സൈന്യാധിപൻ ഹോളോഫെർണസ് ആഖിയോറിനോടും മോവാബ്യരോടും വിദേശികളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞു, ആഖിയോറെ, എഫ്രായിം കൂലികളെ, ഇസ്രായേൽ ജനതയെ രക്ഷിക്കാൻ അവരുടെ ദൈവമുള്ളതുകൊണ്ട് അവരോട് യുദ്ധത്തിന് പോകരുതെന്ന് ഞങ്ങളോട് പറയാൻ നിങ്ങൾ ആരാണ്? നെബൂഖദ്നേസറല്ലാതെ മറ്റാരാണ് ദൈവം? അവൻ സൈന്യത്തെ അയച്ച് അവരെ ഭൂമുഖത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യും. അവരുടെ ദൈവം അവരെ രക്ഷിക്കുകയില്ല. രാജസേവകന്മാരായ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് അവരെ നശിപ്പിക്കും. ഞങ്ങളുടെ കുതിരപ്പടയുടെ ശക്തിയെ ചെറുത്തു നിൽക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ഞങ്ങൾ അവരെ അഗ്നിക്കിരയാക്കും. അവരുടെ മലകൾ അവരുടെ രക്തം കുടിച്ച് മതിക്കും. വയലുകൾ അവരുടെ മൃതശരീരങ്ങൾ കൊണ്ട് നിറയും. ഞങ്ങളെ ചെറുത്തു നിൽക്കാൻ അവർക്ക് കഴിവുണ്ടാവുകയില്ല. അവർ നിശേഷം നശിക്കും. ലോകം മുഴുവൻ്റെയും നാഥനായ നെബൂഖദ്നേസർ രാജാവിൻ്റെ വചനമാണിത്. അവനാണ് സംസാരിക്കുന്നത്. അവൻ്റെ വാക്കുകൾ നിഷ്ഫലമാവുകയില്ല. ആഖിയോർ ഇസ്രായേൽ ജനത്തിന് അനുകൂലമായി സംസാരിച്ചതും യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതും ഹോളോഫെർണസിനെ ചൊടിപ്പിച്ചു. അയാൾ ക്രുദ്ധനായി, കോപാവിഷ്ടനായി. ഹോളോഫെർണസ് അതിരൂക്ഷമായ ഭാഷയിൽ ആഖിയോറിനെതിരെ സംസാരിക്കുകയാണ്. എഫ്രായിം കൂലികളെ എന്ന അധിക്ഷേപത്തിലൂടെയാണ് വിളിക്കുന്നത്. ഇസ്രായേലിന് വേണ്ടി കൂലിക്ക് സംസാരിച്ചവനാണ് നീ എന്ന അർത്ഥത്തിലാണ് ഇത് ചോദിക്കുന്നത്. ഈ ആഖിയോറിന് എതിരെയുള്ള ഹോളോഫെർണസിൻ്റെ വാക്കുകളിൽ പ്രധാനമായി നിഴലിക്കുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു കാര്യം, അത് ആരാണ് യഥാർത്ഥ ദൈവം എന്നുള്ളതാണ്. ഹോളോഫെർണസിനെ സംബന്ധിച്ചിടത്തോളം നെബൂഖദ്നേസർ അല്ലാതെ മറ്റാരാണ് ദൈവം? നെബൂഖദ്നേസറാണ് ദൈവമെന്നും നെബൂഖദ്നേസർ മാത്രമാണ് ദൈവമെന്നും ഹോളോഫെർണസ് ചിന്തിക്കുന്നു. അതുകൊണ്ട് മറ്റേത് ദൈവം ഇസ്രായേലിനെ സംരക്ഷിച്ചാലും തങ്ങൾ അവരെ തകർത്ത് കളയും എന്ന് പറയുകയാണ്. അവരുടെ ദൈവം അവരെ രക്ഷിക്കുകയില്ല.
അപ്പോൾ ഹോളോഫെർണസ് ഉന്നയിക്കുന്ന അധിക്ഷേപം ദൈവവുമായി ബന്ധപ്പെട്ടതാണ്. ഹോളോഫെർണസിനെ സംബന്ധിച്ചിടത്തോളം നെബൂഖദ്നേസർ അല്ലാതെ മറ്റൊരു ദൈവമില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചാകട്ടെ യാഹ്വേ അല്ലാതെ മറ്റൊരു ദൈവമില്ല. അപ്പോൾ ചോദ്യം ഇതാണ്: ആരാണ് ശക്തനായ ദൈവം? ആരാണ് യഥാർത്ഥത്തിൽ ദൈവം? നെബൂഖദ്നേസറാണോ അതോ യാഹ്വേ ആണോ? ആരാണ് ശക്തനായ ദൈവം? ആരാണ് യഥാർത്ഥത്തിൽ ദൈവമായിട്ടുള്ളത്? അത് നെബൂഖദ്നേസറാണോ യാഹ്വേ ആണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൃത്യമായി ഈ ഗ്രന്ഥം വായനക്കാരായ നമുക്ക് നൽകുന്നുണ്ട്. അത് ഈ ഗ്രന്ഥത്തിൻ്റെ 2-ാം ഭാഗത്താണ്. അങ്ങനെ അവിടെ യാഹ്വേ എന്ന ഇസ്രായേലിൻ്റെ ദൈവമാണ് യഥാർത്ഥത്തിലുള്ള ദൈവം. നെബൂഖദ്നേസർ ദൈവമൊന്നുമല്ല, കേവലം ഒരു മനുഷ്യനാണ് എന്ന് തെളിയപ്പെടും. അടുത്തതായിട്ട് ഇത്തരത്തിൽ ഇസ്രായേലിന് അനുകൂലമായി സംസാരിച്ച, ഇസ്രായേലുമായുള്ളൊരു യുദ്ധത്തിന് പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഉപദേശിച്ച ആഖിയോറിന് ഒരു വിധി. അവനെ കൊല്ലണം, അവനെ വധിക്കണമെന്നാണ് മറ്റ് ജനനേതാക്കന്മാരൊക്കെ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഹോളോഫെർണസ് എന്ത് വിധിയാണ് ആഖിയോറിനെതിരെ വിധിക്കുന്നത് എന്നതാണ് അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗത്ത് ആഖിയോറിനെതിരെയുള്ള വിധി പ്രസ്താവം എന്താണ് എന്ന് നമ്മൾക്ക് കാണാം. എന്നാൽ ആഖിയോറെ, അമ്മോന്യരുടെ കൂലിക്കാരനായ നീ ഇന്ന് പറഞ്ഞത് ദ്രോഹകരമാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഈ വംശത്തിൻ്റെ മേൽ ഞാൻ പ്രതികാരം ചെയ്യുന്ന ദിനം വരെ നീ എൻ്റെ മുഖം ദർശിക്കുകയില്ല. ഞാൻ മടങ്ങി വരുമ്പോൾ എൻ്റെ സൈന്യത്തിൻ്റെ വാളും എൻ്റെ ഭൃത്യന്മാരുടെ കുന്തവും ഏറ്റ് ശരീരം പിളർന്ന് നീ അവരുടെ വ്രണിതരുടെ കൂടെ വീഴും. ഇപ്പോൾ എൻ്റെ അടിമകൾ നിന്നെ ആ മലമ്പ്രദേശത്ത് പാതകളുടെ സമീപമുള്ള നഗരങ്ങളിലൊന്നിൽ പാർപ്പിക്കാൻ പോവുകയാണ്. അവരോടൊപ്പം നശിക്കുന്നത് വരെ നീ മരിക്കുകയില്ല. അവർ പിടിക്കപ്പെടുകയില്ലെന്ന് സത്യമായും വിശ്വസിക്കുന്നെങ്കിൽ നീ മുഖം താഴ്ത്തിയിരിക്കുന്നതെന്തിന്? ഞാനാണ് പറഞ്ഞത്, എൻ്റെ വാക്കുകളിൽ ഒന്നുപോലും പാഴാവുകയില്ല. അനന്തരം ആഖിയോറിനെ പിടിച്ചുകൊണ്ടുപോയി ബത്തൂലിയായിലെ ഇസ്രായേൽ ജനത്തെ ഏൽപ്പിക്കാൻ ഹോളോഫെർണസ് പാളയത്തിൽ തൻ്റെ പരിചാരകരായ അടിമകളോട് ആജ്ഞാപിച്ചു. അങ്ങനെ ആഖിയോറിനെതിരെയുള്ള വിധി പ്രസ്താവം പൂർത്തിയായി. അമ്മോന്യരുടെ കൂലിക്കാരനാണ് നീ. ഇസ്രായേൽ ജനത്തിന് വേണ്ടി നീ കൂലിവേല ചെയ്യുന്നവനാണ്. നീ ചെയ്തത് രാജദ്രോഹമാണ്. അതിനാൽ സത്യത്തിൽ നീ കൊല്ലപ്പെടേണ്ടവനാണ്. മാത്രമല്ല, മറ്റാളുകൾ ആവശ്യപ്പെട്ടിരുന്നത് നിന്നെ കൊല്ലണം, നിന്നെ വധിക്കണമെന്നാണ്. പക്ഷെ ഹോളോഫെർണസ് പറയുന്നു, ഞാൻ ഇപ്പോൾ നിന്നെ കൊല്ലാൻ പോകുന്നില്ല. പക്ഷെ നിൻ്റെ അവസാനം മരണം തന്നെയാണ്. ഇപ്പോൾ നിന്നെ നാട് കടത്താൻ പോവുകയാണ്. ഇപ്പോൾ നിന്നെ നാട് കടത്താൻ പോകുന്നത് ഞാനും എൻ്റെ സൈന്യവും ആക്രമിച്ച് നശിപ്പിക്കാൻ പോകുന്ന ഇസ്രായേൽക്കാരുടെ അടുത്തേക്കാണ്. അവരുടെ അടുത്ത് നീ ചെന്ന് കഴിയുമ്പോൾ അവരുടെ കൂടെ നീ താമസിക്കും. കുറച്ച് കഴിയുമ്പോൾ ഞാനും എൻ്റെ സൈന്യവും അവിടേക്ക് കടന്നു വരും. ഇസ്രായേൽക്കാരെ മുഴുവൻ കൊല്ലും, ആ കൂടെ നിന്നെയും കൊല്ലും. അപ്പോൾ സത്യത്തിൽ നിൻ്റെ അവസാനം മരണമാണ്. അതിന് കാത്തിരിക്കാൻ വേണ്ടി നിന്നെ നാട് കടത്താൻ പോവുകയാണ് എന്നാണ് ഹോളോഫെർണസ് നൽകിയ വിധി പ്രസ്താവം. അവിടെ ഹോളോഫെർണസ് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്താണ്. ഈ വംശത്തിൻ്റെ മേൽ ഞാൻ പ്രതികാരം ചെയ്യുന്ന ദിനം വരെ നീ എൻ്റെ മുഖം ദർശിക്കുകയില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ആഖിയോറെ, അമ്മോന്യരുടെ കൂലിക്കാരനായ നീ ഇന്ന് പറഞ്ഞത് ദ്രോഹകരമാണ്. അതുകൊണ്ട് ഇന്നു മുതൽ
ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഈ വംശത്തിൻ്റെ മേൽ ഞാൻ പ്രതികാരം ചെയ്യുന്ന ദിനം വരെ നീ എൻ്റെ മുഖം ദർശിക്കുകയില്ല. ഈ വാക്കുകൾ സത്യത്തിൽ വിരോധാഭാസ സ്വഭാവമുള്ള ഒന്നാണ്. കാരണം ശരീരത്തിൽ നിന്നും ഉടലിൽ നിന്നും വേർപെട്ട തല അറുത്തുമാറ്റപ്പെട്ട നിലയിലാണ് ഇനി ആഖിയോർ തനിക്കെതിരെ വിധിപ്രസ്താവം നടത്തിയ ഈ ഹോളോഫർണസിനെ കാണാൻ പോകുന്നത്. 14-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്. അവർ ആഖിയോറിനെ ഉസിയായുടെ ഗൃഹത്തിൽ നിന്ന് വിളിപ്പിച്ചു. അവൻ വന്നപ്പോൾ ജനക്കൂട്ടത്തിൽ ഒരാളുടെ കയ്യിൽ ഹോളോഫർണസിൻ്റെ തല കണ്ട് മൂർച്ഛിച്ച് കമിഴ്ന്നു വീണു എന്നാണ് പറയുന്നത്. അതായത് ഹോളോഫർണസ് ഈ വിധിപ്രസ്താവം നടത്തി പിന്നീട് ഹോളോഫർണസിൻ്റെ അറുത്തുമാറ്റപ്പെട്ട തല അതാണ് ആഖിയോർ കാണുന്നത്. അതായത് ഹോളോഫർണസിൻ്റെ ഹിതത്തിന് നേർ വിപരീതമായ കാര്യങ്ങളാണ് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തെ പുച്ഛിച്ചും അവരുടെ ദൈവത്തിൻ്റെ ശക്തിയെ അവമതിച്ചും കൊണ്ട് സംസാരിക്കുന്ന ഹോളോഫർണസ് ആഖിയോറിനെ ഇസ്രായേൽ പക്ഷക്കാരനായി മുദ്രയടിച്ച് അവരോടൊപ്പം നശിപ്പിക്കപ്പെടേണ്ടതിനായി യൂദയായിലേക്ക് നാടുകടത്താൻ തീരുമാനിക്കുന്നു. തൻ്റെ വിധി പ്രസ്താവിച്ചു കഴിഞ്ഞു. ഇനി അത് നടപ്പിലാക്കുകയാണ് വേണ്ടത്. ഹോളോഫർണസിൻ്റെ വിധി നടപ്പിലാക്കുന്ന സംഭവമാണ് ഇനി നമ്മൾ വായിക്കുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗം നമുക്കതൊന്ന് വായിക്കാം. അവർ അവനെ പാളയത്തിൽ നിന്ന് സമതലത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് അവർ മലനാട്ടിലേക്ക് കയറി ബത്തൂലിയായുടെ താഴ്വരകളിലെ അരുവികൾക്കരികെ എത്തി. നഗരവാസികൾ അവരെ കണ്ടയുടനെ ആയുധങ്ങൾ കയ്യിലെടുത്ത് ഓടി കുന്നിൻ മുകളിലെത്തി. കവിണക്കാർ കല്ലുകളെറിഞ്ഞവരെ മുകളിലേക്ക് കടക്കാതെ തടഞ്ഞു. എങ്കിലും അവർ മലഞ്ചെരുവിൽ സുരക്ഷിത സ്ഥാനത്തെത്തി. ആഖിയോറിനെ ബന്ധിച്ച് കുന്നിൻ്റെ അടിവാരത്തിൽ ഉപേക്ഷിച്ചിട്ട് യജമാന സന്നിധിയിലേക്ക് അവർ മടങ്ങി. അപ്പോൾ ഹോളോഫർണസിൻ്റെ തീരുമാനം ആഖിയോറിനെ സംബന്ധിച്ചിട്ടുള്ള വിധി പ്രസ്താവം അയാളുടെ ഭൃത്യന്മാർ നടപ്പിലാക്കുകയാണ്. ഹോളോഫർണസിൻ്റെ ഭൃത്യന്മാർ ആഖിയോറിനെ പാളയത്തിൽ നിന്ന് സമതലത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് അവർ മലനാട്ടിലേക്ക് കയറുന്നു. ബത്തൂലിയായുടെ താഴ്വരകളിൽ അരുവികൾക്ക് അരികെ എത്തി. ആഖിയോറിനെ അവിടെ ബന്ധിച്ച് കുന്നിൻ്റെ അടിവാരത്തിൽ ഉപേക്ഷിച്ചിട്ട് അവർ യജമാന സന്നിധിയിലേക്ക് മടങ്ങിപ്പോകുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഇപ്പോൾ ആഖിയോർ എത്തി നിൽക്കുന്നത്, ബന്ധനസ്ഥനായി നാട് കടത്തപ്പെട്ടിരിക്കുന്നത് ബത്തൂലിയായിലാണ്. ഇസ്രായേൽക്കാർ അധിവസിക്കുന്ന യൂദയായിലെ ഒരു നഗര പ്രദേശത്താണ്. ഇനി എന്താണ് ആഖിയോറിന് സംഭവിക്കുക? ആഖിയോർ യൂദയായിലെ നീതിപീഠത്തിൻ്റെ മുൻപിലേക്ക് വരുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് വായിക്കാനായിട്ടുള്ളത്. 6-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. ഇസ്രായേൽ ജനം നഗരത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവനെ കണ്ടു. അവർ അവൻ്റെ കെട്ടുകൾ അഴിച്ച് ബത്തൂലിയായിൽ കൊണ്ടുവന്ന് നഗരത്തിലെ നീതിപീഠത്തിന് മുൻപിൽ നിർത്തി. ശിമയോൻ ഗോത്രജനായ മിക്കായുടെ പുത്രൻ ഉസിയ, ഗത്തോനിയേലിൻ്റെ പുത്രൻ കാബ്രിസ്, മെൽക്കിയേലിൻ്റെ പുത്രൻ കാർമിസ് എന്നിവരായിരുന്നു അക്കാലത്തെ നീതിപാലകന്മാർ. അവർ നഗരത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി. അവരുടെ യുവാക്കളും സ്ത്രീകളും സഭയിൽ ഓടിയെത്തി. ആഖിയോർ ജനമധ്യത്തിലേക്ക് നയിക്കപ്പെട്ടു. സംഭവിച്ചതെന്തെന്ന് ഉസിയാവിനോട് ആരാഞ്ഞു. ഹോളോഫർണസിൻ്റെ സദസ്സിൽ നടന്നതും അസീറിയൻ നേതാക്കന്മാരുടെ മുൻപിൽ താൻ പറഞ്ഞതും ഇസ്രായേൽ ഭവനത്തിനെതിരെ അങ്ങേയറ്റം ധിക്കാരത്തോടെ ഹോളോഫർണസ് ജൽപ്പിച്ചതുമായ കാര്യങ്ങൾ അവർ വെളിപ്പെടുത്തി. ഇപ്പോൾ ഒരു തടവുകാരനെന്നതുപോലെ നാടുകടത്തപ്പെട്ട ആഖിയോറിനെ ഇസ്രായേൽ ജനം കണ്ടെത്തുന്നു. അവർ ബന്ധനസ്ഥനായിരുന്ന അവൻ്റെ കെട്ടുകളെല്ലാം അഴിച്ചു മാറ്റി അവനെ ബത്തൂലിയ നഗരത്തിലെ നീതിപീഠത്തിന് മുമ്പിൽ ഹാജരാക്കുകയാണ്. അക്കാലത്ത് ബത്തൂലിയ നഗരത്തിലെ നീതിപാലകർ പ്രധാനമായിട്ടും 3 പേരായിരുന്നു. ശിമയോൻ ഗോത്രജനായിരുന്ന മിക്കായുടെ പുത്രൻ ഉസിയ, ഗത്തോനിയേലിൻ്റെ പുത്രൻ കാബ്രിസ്, മെൽക്കിയേലിൻ്റെ പുത്രൻ കാർമിസ് എന്നിവരായിരുന്നു.
അപ്പോൾ ഇവിടെ യൂദിത്തിനെ പോലെ തന്നെ ഈ ഉസിയ എന്ന നഗരപാലകനും ശിമയോൻ ഗോത്രത്തിൽ നിന്നാണ് എന്നെടുത്തു പറയുന്നുണ്ട്. അതായത് പ്രവാസാനന്തര കാലത്ത് യൂദാ നിവാസികളായിരുന്ന ഇസ്രായേൽക്കാരിൽ ശിമയോൻ ഗോത്രത്തിൽപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നുവെന്നും അവർക്ക് നേതൃസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നു. ആഖിയോർ ജനമധ്യത്തിലേക്ക് ആനയിക്കപ്പെട്ടു. എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഉസിയ ആഖിയോറിനോട് ചോദിച്ചു. ഹോളോഫെർണസിൻ്റെ സദസ്സിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം അസീറിയൻ നേതാക്കന്മാരോട് താൻ പറഞ്ഞതും ഇസ്രായേൽ ഭവനത്തിനെതിരെ അങ്ങേയറ്റം ധിക്കാരത്തോടെ ഹോളോഫെർണസ് ജൽപ്പിച്ചതുമായ കാര്യങ്ങളെല്ലാം അവൻ വെളിപ്പെടുത്തി. തങ്ങളുടെ നേരെ ഒരു അശനിപാതം പോലെ വരാനിരിക്കുന്ന ഹോളോഫെർണസിൻ്റെയും സൈന്യത്തിൻ്റെയും സൈനിക മുന്നേറ്റത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ അങ്ങനെ ഇസ്രായേൽ ജനത്തിന് ലഭിക്കുകയാണ്. ആഖിയോർ എന്ന വ്യക്തിയെ അവർ സ്വീകരിച്ചു. കാരണം ഇസ്രായേൽ ജനത്തിനു വേണ്ടി ധൈര്യസമേതം ഹോളോഫെർണസിൻ്റെ മുമ്പിൽ സത്യം മാത്രം പറഞ്ഞവനാണ് ആഖിയോർ. ഇനി ഈ ആഖിയോറിന് എന്താണ് സംഭവിക്കുന്നത്, ജനം എങ്ങനെയാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത് എന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമാക്കാം.